ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ നിധി കല്യാണ രജിസ്ട്രേഷൻ മുടങ്ങിയതിൻ്റെ വലിയ സന്തോഷത്തിലാണ് അവൾ ഡാൻസൊക്കെ കളിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീഷിന് സുഭാഷ് വിളിക്കുന്നുണ്ട്. ഏടാ നിനക്ക് അവിടെ ഒരു പ്രശ്നമില്ലല്ലോ എന്നൊക്കെ ചോദിക്കണ്ടേ. ഇല്ല ഏട്ടാ, എനിക്കൊരു പ്രശ്നമില്ല, സൂര്യ തട്ടിക്കൊണ്ടതിന് ഒരു പ്രശ്നമില്ലല്ലോ എന്ന് ചോദിക്കുന്നത്. പിന്നെ ആ സമയത്ത് തന്നെ അവിടേക്ക് ഹരീഷ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. ഏടാ നിനക്ക് അവിടെ ഒരു പ്രശ്നമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹരീഷിനോട് സുധീഷ് പറയണ്ടേ എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ് തിരിയുന്ന സമയത്താണ് നമ്മുടെ നിധി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നിധിയെ കണ്ടിട്ട് പെട്ടെന്ന് സുധീഷ് പേടിക്കുന്നുണ്ട്, വേറെ ആരെങ്കിലും കേട്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്ക് ആ നീയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിധിയോട് സുധീഷ്. ആ ഞാനായിരുന്നു, എന്തേ പേടിച്ചോ ചോദിക്കുന്നുണ്ട്. ആ പേടിച്ചു, നീ ഇപ്പം എന്തിനാ വന്നത്, നിങ്ങളോടൊരു താങ്ക് യു പറയാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞു. താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് നിധി ഉള്ളിലേക്ക് പോകുന്നുണ്ട്. നിധി ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് സൂര്യയെ കാണാത്തതുകൊണ്ട്. അപ്പോൾ സൂര്യയെ കാണാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിധി പറഞ്ഞു, എനിക്ക് കല്യാണം മുടങ്ങിന് വലിയ സന്തോഷമായിരുന്നു അച്ഛാന്നൊക്കെ പറഞ്ഞു. നീ കല്യാണം മുടങ്ങിന് ഏറെ പ്രശ്നം നീ മാത്രമേ ഉള്ളൂ, നിനക്ക് മാത്രമായിരുന്നു ഈ കല്യാണത്തിന് ഇഷ്ടമില്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് നിധീനെ അച്ഛൻ രാജീവൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. നിധി അതൊന്നും കാര്യമാക്കാതെ ഉള്ളിൽ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുഭാഷിനെ കവിത വിളിക്കുന്നുണ്ട്. അവൻ പെണ്ണ് കണ്ട് വന്നിട്ട് അവൻ ഒറ്റയ്ക്ക് വന്നാലേ കല്യാണം നടക്കുമെന്ന് പറഞ്ഞില്ല. ആ പെണ്ണ് വിളിക്കുന്നുണ്ട്. ആ പെണ്ണ് വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊന്നും എനിക്ക് ഒറ്റയ്ക്ക് കാണണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ എന്തിനാ ഇപ്പം എന്നെ ഒറ്റയ്ക്ക് കാണണമെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാനാണ്, ഒന്ന് ഒറ്റയ്ക്ക് കാണാൻ പറ്റുമോ, കണ്ടാൽ നന്നായിരുന്നു എന്നൊക്കെ കവിത പറയുന്നുണ്ട്. എന്തായാലും സുഭാഷ് ഏൽക്കുന്നുണ്ട്, ഞാൻ വരാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിധി സുധീഷിനോട് സംസാരിക്കാൻ ഇരിക്കുന്നുണ്ട്. ഓരോന്നും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കണം നമ്മുടെ സുധീഷ്. നിധിയോട് കുറേ വലിയത് പറയുന്നുണ്ട്, ബഡായി തരം പറയും. അവൻ്റെ മൂത്തേട്ട ആർക്കിടെക്റ്റ് ആണ്, അവനാണ് അവൻ്റെ വീടൊക്കെ ഡിസൈൻ ചെയ്തിട്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷാണ് ഒക്കെ ഡിസൈൻ ചെയ്ത വീടാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിധി വിചാരിക്കേണ്ടത് വലിയ പൈസക്കാരനാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അവൻ്റെ ചെറിയ അനിയ ഹരീഷ് മെക്കാനിക്കാണെന്നല്ല പറയണത്, മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെന്നൊക്കെ പറയുന്നത്. എല്ലാ വണ്ടികളും അവൻ്റെ അവൻ്റെ മേൽനോട്ടത്തിലാണെന്നൊക്കെ പറഞ്ഞ് വലുത് പറയുന്നുണ്ട്. അപ്പോൾ നിധിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ സുധീഷ് വലിയ പൈസക്കാരനാണെന്നൊക്കെ വിചാരിച്ചിട്ട് അന്തം വിടുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.